ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കഥ വേറൊന്നുമല്ല, നമ്മുടെ ദേവയാനി നയനയെ വിദഗ്ധമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നയന മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു ഡിസൈന് മാറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ പിന്നിൽ അഭിയും അനാമികയും പവിത്രയുമായിരുന്നു. പവിത്ര എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ആദ്യത്തെ ഡിസൈനറാണ്. ഇപ്പോഴും അവൾ അവിടെ ഉണ്ട്. അപ്പൊ അവളെ കൂട്ടുപിടിച്ചാണ് ആ ഒരു മെയിൽ മാറ്റി അയക്കുകയും കോടികളുടെ നഷ്ടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. ആദ്യം നമ്മുടെ നയനയെ അവിശ്വസിച്ച ആദർശ് പിന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയായിരുന്നു ചെയ്തത്. ഏതായാലും നയനയുടെ അശ്രദ്ധ മൂലം തന്നെയാണ് ഇത്രയും കോടി രൂപ നഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ നയനയ്ക്ക് അറിയാം. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നയന പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷന്റെ കാര്യം പത്രത്തിൽ വരുന്നത്. അതായത് പ്രമുഖ ജ്വല്ലറികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അപ്പം ഏറ്റവും നല്ല ഡിസൈൻ അവിടെ വരയ്ക്കണം. ഓൺ ദ സ്പോട്ടിൽ തന്നെ വരച്ചിട്ട് ആ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഒരാൾക്ക് 22 കോടി രൂപയോളം വില മതിക്കുന്ന ഒരു എന്താ പറയുക വേറൊരു കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു കോമ്പറ്റീഷൻ, പിന്നെ രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ, അതിലാണ് 22 കോടിയോളം വില മതിക്കുന്ന കുറച്ച് ഡിസൈൻസിന്റെ പ്രോജക്റ്റ് വർക്കുകൾ കമ്പനിക്ക് കൊടുക്കും. അപ്പം അത് നമ്മുടെ നയനെ കണ്ടു. അപ്പൊ നയന ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് തോന്നി, കാരണം ഇപ്പം താൻ കാരണം കുറെ കോടികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മൂർത്തീസ് ജ്വല്ലറിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ല. ഏതായാലും ആദർശനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആദർശനോട് പറഞ്ഞു, ആദർശേട്ട കണ്ടോ, ഞാനിപ്പം പത്രത്തിൽ കണ്ടതാണ്, ഇന്റർനാഷണൽ കമ്പനീസ് എല്ലാം കൂടെ ഒത്തുചേർന്ന് അവതരിപ്പിക്കുന്നതാണ് ഈ ജുവലേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജ്വല്ലറികളും, ഇഷ്ടമുള്ള ജ്വല്ലറികൾക്ക് ഇതിൽ പങ്കെടുക്കാം. അപ്പൊ നമുക്ക് 22 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അവർ തരും. ഏറ്റവും നല്ല ഡിസൈൻ ഏതാണോ. അപ്പൊ നയനയോട് ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല നയന, നമുക്ക് ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ആദർശേട്ടന് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ഇപ്പം ജയിക്കുകയോ തോൽക്കുകയോ ഒന്നും അല്ലല്ലോ ആദർശേട്ടൻ. നമുക്കതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ അതിലൊന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവില്ലേ, പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവില്ലേ. അതുകൊണ്ട് ആദർശേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിൽ പങ്കെടുക്കാമെന്ന് പറയുകയാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ച് ലക്ഷം രൂപ കെട്ടിയും വെക്കണം കേട്ടോ. അതായത് കുറച്ച് രൂപ ഇത് രജിസ്ട്രേഷൻ ഫീസായിട്ട് കെട്ടിവെക്കണം. അപ്പം ആ രൂപയും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ ആദർശ് ഒരു കാര്യം ചെയ്ത് മുത്തശ്ശിയോടും ചോദിക്കാതെ തീരുമാനം എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ മുത്തശ്ശിയോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൂർത്തി പറയാണ്, അതിനിപ്പോ എന്താ കുഴപ്പം, നയനയ്ക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നയനമോൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ കോൺഫിഡൻസ് വേണം. കാരണം അവൾക്ക് ഇപ്പം ജയിക്കുകയോ തോൽക്കുകയോ, അവൾ തന്നെ പറഞ്ഞല്ലോ, ജയിക്കുകയോ തോൽക്കുകയോ ഒന്നും അല്ല. ഇപ്പൊ എത്ര ലക്ഷം രൂപ നഷ്ടം വന്നാലും കുഴപ്പമില്ല, മോളുടെ ആഗ്രഹമല്ലേ ആദർശ്, അതങ്ങ് നടത്തി കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, അമ്മ ഇനി സമ്മതിക്കുമോന്ന് അറിയില്ലല്ലോ. നയനയാണെങ്കിൽ അമ്മ സമ്മതിക്കാതെ ഇതിന് സമ്മതിക്കും തോന്നുന്നില്ല. അപ്പൊ അമ്മയോടും ചോദിക്കാൻ അവൾ പറഞ്ഞായിരുന്നു. ഏതായാലും ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യുന്നു, നമ്മുടെ ദേവയാനിയുടെ അടുത്ത് ആദർശ് ചെല്ലുകയാണ്. അപ്പൊ ആദർശ് പറയുകയാണ്, അമ്മ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 22 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടും. അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇത്ര ലക്ഷം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് പറയപ്പോഴത്തേക്കും മനസ്സിൽ നയനയ്ക്കല്ല ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ. ഉറപ്പായിട്ടും ഇത് നയനയ്ക്കേ കിട്ടത്തുള്ളൂ എന്ന് നമ്മുടെ ദേവയാനിക്ക് അറിയാം. പക്ഷെ ഇത് പുറമേ കാണിക്കാൻ പറ്റത്തില്ലോ. അപ്പൊ ആദ്യം പറഞ്ഞു, പിന്നെ 22 കോടിയുടെ രൂപ 22 കോടിയുടെ പ്രോജക്റ്റ് നയന കാരണം മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടും. എന്റെ പൊന്ന് ആദർശ് മോനെ, നിനക്ക് എന്താടാ, നീ നിന്റെ ഭാര്യ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് നീ എന്താ, നിനക്ക് വിവരം ഇല്ലാതെ പോയോ? നീ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ ബ്രാഞ്ചുകളും കോർഡിനേറ്റ് ചെയ്യുന്ന ആളല്ലേ, നിനക്ക് ഒട്ടും വെളിവില്ലേ? അവളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ നയന കേട്ടു. നയന ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. നയന പറഞ്ഞു, അതമ്മേ, എന്റെ കോൺഫിഡൻസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറെ ആരും എന്നെ നിർബന്ധിച്ചതല്ല. ഇപ്പം ഫസ്റ്റ് കിട്ടുവോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, എനിക്കിതിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനി അമ്മ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ദേവയാനി പറയോ, ഓ ഇനിയിപ്പൊ ഞാൻ സമ്മതിക്കാതിരുന്നിട്ട് വേണം ഇവിടെ എന്റെ മോൻ ഇവിടെ ഉണ്ണാതെയും ഉറങ്ങാതെയൊക്കെ നടക്കാന്. നിന്റെ വിഷമം താങ്ങത്തില്ലല്ലോ എന്റെ മോന്. അതുകൊണ്ട് ഇനി ഞാനായിട്ട് എന്തിനാ പങ്കെടുക്കുകയോ തോൽക്കുകയോ എന്ത് വേണാച്ചാ ചെയ്തോന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുക, എന്റെ ഈശ്വര എന്റെ മോക്ക് തോൽവി ഉണ്ടാവല്ലേ, എന്റെ നയനമോള് ജയിക്കുകയെ ചെയ്യാവുള്ളേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പുറമെ ഈ മുഖം മൂടി അണിഞ്ഞ് നമ്മുടെ ദേവയാനി നടക്കുന്നത്. അപ്പൊ ഇത് ഒളിഞ്ഞു നിന്ന് ജലജ കേട്ടു. ജലജ കേട്ടിട്ട് ജലജ ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ഏടത്തിക്ക് എന്താ ഭ്രാന്താണോ ഏടത്തി? ഞാൻ ഏടത്തിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അവള് പറയുന്നതിനെല്ലാം താളത്തിനൊത്ത് തുള്ളി 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 ഏടത്തി നോക്കിക്കോ, ഇത് അവസാനം ചെന്ന് അവസാനിക്കുന്നത് ഏടത്തിയുടെ സ്ഥാനം മൂർത്തീസ് ജ്വല്ലറിയുടെയും അതുപോലെ അനന്തപുരി തറവാട്ടിനൊക്കെ വെളിയിലായിരിക്കും. മരുമക്കളുടെ വാക്ക് കേട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ ജലജയെ, അവളെ പുറത്താക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞ ഐഡിയ ഒക്കെ നോക്കി ആ സ്വർണ്ണമാലയൊക്കെ മോഷ്ടിച്ച് കേസിൽ അവളെ കൊടുക്കാൻ നോക്കിയിട്ട് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ? ലാസ്റ്റ് അത് നിന്റെ പേര് തന്നെ വന്നു. അതുകൊണ്ട് വെറുതെ എന്തിനാ നമ്മൾ ഇടങ്ങേറുണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത്, എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പിള്ളേരുടെ ഇഷ്ടമല്ലേ, എന്റെ ആദർശ് ഇഷ്ടമല്ലേ. ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പൊ ഞാൻ എന്തിനാ ഇതിന് തടസ്സം നിൽക്കുന്നത്? എന്ത് വേണമെന്ന് വെച്ചാൽ കാണട്ടെ. പിന്നെ അച്ഛനും ഇതിന് സപ്പോർട്ടാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ, എന്തെങ്കിലും ചെയ്യട്ടെ. പിന്നെ അവള് ജയിക്കാനൊന്നും പോകുന്നില്ല, എനിക്കറിയാം. ഇതിപ്പോ നഷ്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദർശന് അവളോട് ചെറിയ ദേഷ്യമൊക്കെ വരില്ലേ ജലജെ? അത് മതി, ഞാൻ അതാ മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു. ഏതായാലും ജലജ ഈ കാര്യം തൊടാതെ ഒട്ടും വെള്ളം ചേർക്കാതെ പോയി നേരെ ചെന്ന് പറയുകയാണ്. വെള്ളം ചേർക്കാതെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെള്ളം ചേർത്തല്ലേ നമ്മുടെ ജലജ പറയത്തുള്ളൂ. അങ്ങനെ ചെന്നു അനാമികയുടെയും ജാനകിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, അതിൽ അവള് പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയോ ലക്ഷം രൂപ കെട്ടിവെക്കണം, 50 ലക്ഷം അങ്ങാണ്ടൊക്കെയാണ്. ഇവർക്ക് ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ കണക്കാണല്ലോ ഉള്ളത്. അപ്പൊ 50 ലക്ഷം അങ്ങാണ്ട് കെട്ടിവെക്കണം എന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഇത് ഞാൻ സമ്മതിച്ചു തരത്തില്ല. എല്ലാവരും അനുഭവിക്കേണ്ട സ്വത്തല്ലേ ഇതൊക്കെ എന്തിനാ അവളെ വെറുതെ തീറ്റിക്കുന്നത്? ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നേരെ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛനും അമ്മ ഇത് എന്താ കാണിക്കുന്നത്? കണ്ണരച്ച് ഇരുട്ടാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുട്ടാവുമോ? ദേ അച്ഛൻ, ഞാനൊരു കാര്യം പറയാം, ഈ 50 ലക്ഷം രൂപ വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? അവക്ക് അതിനാണ് ഇതിനാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളുടെ രൂപയുടെ നഷ്ടം വരുത്തി വെക്കാന് ഞാൻ സമ്മതിക്കില്ല. അതുമല്ല, അവള് കാരണം, അവളുടെ ഒരു അശ്രദ്ധ മൂലമല്ലേ കോടികളുടെ പ്രോജക്റ്റ് നമുക്ക് നഷ്ടമായത്. ഇനിയിപ്പോ അടുത്ത നഷ്ടം വരുത്തി വെക്കുകയാണോ? ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾക്ക് മാത്രം ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ, ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ല എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പൊ വസുന്ധര പറഞ്ഞു, ജാനകി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാ അമ്മ മിണ്ടാതിരിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്. എന്ത് നല്ലതിന് വേണ്ടി? നയനമോൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, നയനമോളെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാന് ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വിശ്വസിച്ചുകൂടാത്തത്? അവൾ ഇതുവരെ പങ്കെടുത്ത എന്തെങ്കിലും ഐറ്റത്തിന് അവൾ പുറകോട്ട് നിന്നിട്ടുണ്ടോ? പോട്ടെ, നമ്മുടെ ഇവിടെ തന്നെ ഒരു ആഘോഷത്തിൽ ഒരു മത്സര ഇനത്തിൽ പങ്കെടുത്താൽ നയനെ അല്ലാതെ വേറെ ആരെങ്കിലും ഫസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ട്. ഇനിയിപ്പം നയനമോൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, 50 ലക്ഷം രൂപയല്ലേ. അതെ, നീയും നിന്റെ കെട്ടിയവനും അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഈ 50 ലക്ഷം രൂപ. ഈ 50 ലക്ഷം രൂപ ഉണ്ടാക്കിയത് ആരാ? ഇദ്ദേഹത്തിന്റെ വേർപ്പാ, കഷ്ടപ്പാടാ. അല്ല നീ നിന്റെ കെട്ടിയവനും ഉണ്ടാക്കിയതാണോ? അല്ല നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, ഒന്നിനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ടോ നമ്മുടെ ജാനകി അപ്പോഴത്തേക്കും ആണെങ്കിൽ ആഹാ ഓഹോ അത്രയ്ക്കായോ, എങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിക്കാം, ഞങ്ങൾക്കൊരു വിലയും നിലയും ഇല്ലാന്ന് എനിക്കറിയാം. എന്റെ അനാമിക മോൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ തന്നെ എന്തോരം സ്വർണവും കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവക്കൊരു വിലയില്ല. ഇപ്പം വിലയുള്ളത് ഒന്നുമില്ലാതെ വന്ന ദരിദ്രാസികളായ 2 മരുമക്കൾക്ക് മാത്രമല്ലേ. ആഹാ, എനിക്കറിയാം അച്ഛൻ്റെ അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന്. എല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുക്കാനല്ലേ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും മൂർത്തി അത്ര നേരം ഉണ്ടായിരുന്നിട്ട് മൂർത്തി പറഞ്ഞു, ജാനകി നീ ജലജയുടെ കൂടെ കൂടി പലതും പഠിക്കണുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിന്റെ ആ പഴയ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം നീ എടുക്കാൻ നോക്കിക്കോ. ഈ ജലജയുടെ സ്വഭാവമായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ദേ മോളെ, നിന്റെ കാര്യം പോക്ക് തന്നെയായിരിക്കും. ഹബീഡൻ ജലജയുടെ അവസ്ഥ അറിയാലോ. പിന്നെ നിന്നെ പോലെ അല്ല നിന്റെ മകന്, അതുകൊണ്ട് ഒരു 3 ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചത്. ഒരു കാര്യം പറഞ്ഞേക്കാം, മരുമോളെയും മകനെയും ഒന്നിപ്പിക്കാൻ നോക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഇപ്പൊ തൽക്കാലം ഇടപെടാൻ നോക്കരുത്. നേരത്തെയൊക്കെ നിനക്ക് നയന ഭയങ്കര മിടുക്കിയായിരുന്നല്ലോ, എപ്പോഴാണ് നയന മിടുക്കിയല്ലാതായതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് ഒന്നും സംസാരിക്കേണ്ട. ഞാൻ അതുകൊണ്ട് പറയാം, ഇനി ഈ കാര്യം ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല. ഞാനൊരു തീരുമാനം എടുത്താൽ തീരുമാനം എടുത്തത് തന്നെയാണ് എന്ന് മൂർത്തിയും പറഞ്ഞു. ഏതായാലും ഈ സമയത്താണ് കോമ്പറ്റീഷനൊക്കെ വരുന്നു. കോമ്പറ്റീഷനെ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നയന.
വൻപൻ പാർട്ടീസ് ഒക്കെയാണ് അവിടെ പങ്കെടുക്കാൻ വരുന്നത്. മൂർത്തി ജ്വല്ലറിനെ പോലെയുള്ളതും അതിന്റെ മുകളിലുള്ളതും ഒക്കെ ആയ കുറെ ഡിസൈനേഴ്സ് ഒക്കെയാണ് പങ്കെടുക്കാൻ വരുന്നത്. നമ്മുടെ നയന മാത്രം സാധാരണ ഒരു സാരിയൊക്കെ ഉടുത്ത് ഒരു സിന്ദൂരമൊക്കെ തൊട്ട് പോകുന്നത്. ബാക്കി എല്ലാവരുടെയും ഇൻട്രസ്റ്റിൽ തന്നെയുണ്ട് അവർ വലിയ ഡിസൈനർ ആണെന്നുള്ള ആ ഒരു പ്രഹസനം. അത് വെറും പ്രഹസനം മാത്രമാണ്. ഏതായാലും അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നുമ്പോഴത്തേക്കും ഇവർക്ക് ഓരോ ചെറിയൊരു റൂമായിട്ട് തിരിച്ച് എല്ലാവർക്കും ഒരു വലിയ ഹാളിൽ ഇങ്ങനെ ചെറിയൊരു ക്യാബിനായിട്ട് തിരിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു വിഷയവും പറഞ്ഞിട്ട്, വിഷയമല്ല ഇത് പറഞ്ഞിട്ട് ഈ ഡിസൈൻ ആണ് വരയ്ക്കേണ്ടത്, വെരി സിമ്പിൾ ആയിരിക്കണം, പക്ഷേ അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഹൈ ലെവൽ പാർട്ടീസിനും ഒരുപോലെ ഇഷ്ടപ്പെടാനും ഇതാകണം. സിമ്പിളും ആയിരിക്കണം, ഒത്തിരി ഹെവി ഒന്നും വേണ്ട, സിമ്പിളും ആയിരിക്കണം. എന്നാൽ പിന്നെ ഒത്തിരി അങ്ങോട്ട് സിമ്പിളും ആയി പോകരുത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ ഡിസൈൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും നമ്മുടെ നയനയ്ക്ക് സത്യം പറഞ്ഞാൽ അത്ര കോൺഫിഡൻസ് അങ്ങ് ഇല്ല കേട്ടോ. ഇവിടെ വെച്ച് പറഞ്ഞ കോൺഫിഡൻസ് അവിടെ ചെന്നപ്പോൾ തന്നെ പോയി. കാരണം മറ്റുള്ള ഡിസൈനറെയൊക്കെ കണ്ടപ്പോഴത്തേക്കും തന്നെ ദൈവമേ, ഞാനൊന്നും അല്ലല്ലോ, ഞാൻ ഈ പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ആണല്ലോ, പുറലോകം കണ്ടിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയവരൊക്കെ തന്നെ ആയിരിക്കാം, പഠിച്ചവരായിരിക്കാം. പക്ഷെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക, ആകെപ്പാട് പേടിയാവുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആദർശ് വന്നിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ജയിച്ചാലും കുഴപ്പമില്ല, തോറ്റാലും കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെതായ ഇതിൽ കണ്ടാൽ മതി, ഇതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് നീ കണ്ടാൽ മതി എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരം എന്ന് പറയുന്നത് 2 മത്സരം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു മത്സരം കൂടെ ഉണ്ട്, അത് ഫോറിൻ കൺട്രീസിലൊക്കെ വെച്ചാണ്. അപ്പൊ ഏതായാലും അങ്ങനെ ഇത് TV-യിലും കൂടെ കാണുന്നുണ്ട്. അപ്പൊ TV-യിൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അനന്തപുരി തറവാട്ടിൽ എല്ലാവരും ഇതിരുന്ന് കാണുകയാണ്. അനാമിക ആകട്ടെ അനന്തപുരി തറവാട്ടിലില്ല, നേരെ രേവതിയുടെയും വേണുവിന്റെയും എടുത്താണുള്ളത്. ഇതേ സമയം കനകദുർഗയും ഗോവിന്ദനും ഇത് കാണുന്നുണ്ട്, നന്ദു ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. ദേവയാനി, എന്റെ ഈശ്വര, എന്റെ മോൾക്ക് ഫസ്റ്റ് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പൂജാമുറി കയറി പ്രാർത്ഥിച്ച് ഒക്കെ വന്ന് TV ഇരുന്ന് കാണുന്നു. ഈ സമയത്ത് വേണുവും രേവതിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും കൂടെ കാണുന്നുണ്ട്. ദൈവങ്ങളിലെ ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് തന്നെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ നയന പൊട്ടിപ്പോണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവര് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അവര് ബാക്കിൽ നിന്നാണ് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പം 4th ലെവൽ മുതലുണ്ട്. അപ്പൊ ആദ്യം 4th, പിന്നെ 3rd, പിന്നെ 2nd, പിന്നെ 1st, അങ്ങനെയാണ് പോരുന്നത്. അങ്ങനെ ആദ്യം 4th വിന്നറിനെ പറഞ്ഞു, പിന്നെ 3rd വിന്നറിനെ പറഞ്ഞു, പിന്നെ 2nd വിന്നറിനെ റണ്ണറപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയാണ് ഫസ്റ്റ് വിന്നറിനെ പറയുന്നത്. അപ്പം ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കും, ഈ 3 ഇല്ല നമ്മുടെ നയന. അപ്പൊ പിന്നെ നയന ഫസ്റ്റ് കാണില്ല എന്നൊരു വിശ്വാസം നയനയ്ക്കും വേണ്ട. ഹേയ് സാരമില്ല, പോട്ടെ, എങ്കിലും മോശമായി പോയോ, 50 ലക്ഷം രൂപ വെറുതെ പോവില്ലേ, സാരമില്ല, അത് അടുത്ത ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശേട്ടാ നമുക്കിനി നിൽക്കണ്ട, എനിക്കൊന്നും കിട്ടത്തില്ല, ഉറപ്പാ, നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആദർശിനോട് പറയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, നിൽക്കുന്നതിനെ നമുക്ക് പോകണ്ടെന്ന് പറയുന്നു. അവിടെ ആകാംക്ഷപൂർവ്വം എല്ലാവരും നോക്കി കാണുന്നു TV-യിൽ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വിന്നറിനെ അവര് പറയുകയാണ്. അങ്ങനെ വിന്നറിനെ പറഞ്ഞതും ഞെട്ടിപ്പോയില്ലേ നമ്മുടെ നയന ആദർശ്. മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായ നയന ആദർശാണ് വിന്നർ. ഇനിയിപ്പം അടുത്ത മത്സരത്തിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നയന ആദർശിനെയാണെന്ന്. അയ്യോ, കയ്യിലിരുന്ന റിമോട്ട് ഒറ്റ എറിഞ്ഞ് നമ്മുടെ അനാമിക TV തല്ലിപ്പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കലിപ്പായി പോയി. ഈ സമയത്ത് ഇനിയിപ്പോൾ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് നയനയ്ക്ക്. ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി, മുഖത്തൊന്നും വലിയതൊന്നും കാണിക്കുന്നില്ലെങ്കിലും മനസ്സ് നിറയെ സന്തോഷമാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ അപ്കമിങ് പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വേറൊന്നും അല്ലായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വിശേഷം ഇടാതിരുന്നത്. അപ്പം ഇനി അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.